ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 3 കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ്സ് എന്ന പാഠഭാഗത്തെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാം. വാട്ട് ഐഡിയ ഡിഡ് ഗാന്ധിജി വിഷ് ടു ഹാവ് ദ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഏതൊക്കെയാണ്? സോവർണിറ്റി, ഈക്വാലിറ്റി, ഫെർട്ടിനിറ്റി, ജെൻഡർ ജസ്റ്റിസ്, സെക്യുലാരിസം, ലിബർട്ടി അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ എ നോട്ട് അബൌട്ട് ദ സ്ട്രഗിൾസ് that took place in India against the British rule. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമരങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഇൻ ദ ഏർലി ഡേയ്സ് മെനി സ്ട്രഗിൾസ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ആദ്യകാലത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിരവധി സമരങ്ങൾ നടന്നു. മെനി ഓഫ് ദീസ് were regional in nature അല്ലേ? ഇവയിൽ പലതും പ്രാദേശിക സ്വഭാവമുള്ളവയായിരുന്നു. ബട്ട് ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ദീസ് ലോക്കൽ സ്ട്രഗിൾസ് ഹെൽപ്ഡ് ഇറ്റ് സോയിങ് എ സീഡ്സ് ഓഫ് സ്ട്രഗിൾസ് എമംഗ് സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. എന്നാൽ എന്താണ് ഈ പ്രാദേശിക സമരങ്ങളൊക്കെ എന്തൊക്കെ പറയാം, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും ഈ പോരാട്ടത്തിൻ്റെ വിത്തുകൾ പാകാൻ സഹായിച്ചു. ഓക്കെ, the first freedom struggles 1857 was the first mass struggle against the British അല്ലേ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്കെതിരായ ആദ്യത്തെ ബഹുജന സമരമായിരുന്നു. Soldiers, tribals, kings, nobles, peasants and many other groups participated in these struggles. അല്ലെ, പട്ടാളക്കാരും ഗോത്രവർഗ്ഗക്കാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും കർഷകർ തുടങ്ങി നിരവധി സംഘങ്ങൾ ഈ സമരത്തിൽ പങ്കെടുത്തു. This led to the growth of nationalism with the emphasis on the religious harmony among the people. Indian Association, Madras Native Association, Pune Sarvajanik Sabha were some anti-British organizations that arise different parts of the country. അല്ലേ, എന്താണ് ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിന് ഊന്നൽ നൽകി ദേശീയതയുടെ വളർച്ചയ്ക്ക് ഇത് നയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സർവജനിക് സഭയൊക്കെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്ന ചില ബ്രിട്ടീഷ് വിരുദ്ധ സംഘടനകളായിരുന്നു. ഓക്കെ, ഇനി ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾസ് ബിക്കം എ ഫൗണ്ടേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി അടുത്ത് എന്താ പറയണേ വെച്ചാൽ the Indian freedom struggle became the foundation of the constitution. അത് നോക്കാം. നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത് വിലയിരുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857 helped the people to develop the sense of nationalism based on the religious harmony. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് സഹായകമായി. ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോംഡ് in 1885 helped to develop the sense of nationalism among the peoples beyond caste, religious and regional thinking. 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്താൻ സഹായകമായി. ഗാന്ധിജി ഇൻഫ്ലുവൻസ്ഡ് ദ സ്ട്രെങ്ത് ആൻഡ് ദ ഡിമാൻഡ് ഓഫ് ഡെമോക്രസി ബേസ്ഡ് ഓൺ ദ സോഷ്യൽ ജസ്റ്റിസ്. അല്ലേ, ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആശയം ശക്തമാക്കി. പിന്നെ ദ ഐഡിയാസ് ഓഫ് വാല്യൂ ഓഫ് ഫ്രീഡം, ഈക്വാലിറ്റി ബേസ്ഡ് ഓൺ ദ സോഷ്യൽ ജസ്റ്റിസ്, ബ്രദർഹുഡ് ആൻഡ് റിലീജിയസ് ഹാർമണി പുട്ട് ഫോർവേഡ് ബൈ ദ നാഷണൽ മൂവ്മെൻറ്റ് ഷുഡ് ബി ദ ഫൗണ്ടേഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി ഇരിക്കേണ്ടത് എന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. ദീസ് വ്യൂസ് ഇൻഫ്ലുവൻസ്ഡ് ദ ഫ്രെയിമിംഗ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലേ, ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. ഇനി ഒബ്സർവ് ദ ഫിഗേഴ്സ് ബിലോ ആൻഡ് റെക്കോർഡ് ഇൻ കൺക്ലൂഷൻ അബൌട്ട് ദ ഫ്രെയിമിംഗ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ എന്താ പറയുക, താഴെയുള്ള ചിത്രം നിരീക്ഷിച്ച് നമ്മുടെ ഭരണഘടനയുടെ രൂപീകരണത്തെക്കുറിച്ചുള്ള നിഗമനങ്ങൾ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഇൻഡിവിജ്വൽ ഫ്രീഡം ഷുഡ് ബി ഗിവൺ പ്രയോറിറ്റി. വ്യക്തി വികാസത്തിന് പ്രാധാന്യം നൽകണം. സിവിൽ റൈറ്റ്സ് മസ്റ്റ് ബി എൻഷ്യൂർഡ്. പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം. ഓൾ റിലീജിയസ് ഷുഡ് ബി ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. അല്ലേ, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം. സോഷ്യൽ ജസ്റ്റിസ് ഷുഡ് ബി എൻഷ്യൂർഡ്. സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം.
പിന്നെ അടുത്ത ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി സ്ട്രെങ്തൻഡ്. ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. എൻഷുറിങ് ദാറ്റ് ഓൾ സിറ്റിസൻസ് ആർ ഈക്വൽ ബിഫോർ ദ ലോ, അല്ലേ, നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ പ്രൊമോഷൻസ് ഓഫ് സൊസൈറ്റി ബേസ്ഡ് ഓൺ ദി ഈക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്. സമത്വത്തിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു സമൂഹത്തിൻ്റെ ഉന്നമനമാണ്. പിന്നെ എൻഷുറിങ് ദ വെൽഫെയർ ഓഫ് പ്രോഗ്രസ് ഓഫ് ഓൾ സിറ്റിസൻസ്. എല്ലാ പൗരന്മാരുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പാക്കണം. ഇനി ഇൻ വിച്ച് ഇയർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ്? 1885. Name the regional organization formed in the different parts of India against the foreign domination. വൈദേശികാധിപത്യത്തിനെതിരായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപീകൃതമായ പ്രാദേശിക സംഘടനകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സർവജനിക് സഭ. വെൻ ഡിഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കം ഇൻ ടു ഫോഴ്സ്? എന്താണ്? 26th January 1950. What was the Indian constitution and law for 2.5 years after independence? എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിയിട്ട് 2.5 വർഷത്തോളം ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും എന്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1935. വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935? The bicameral legislation in 6 provisions, 321 sections and 10 schedule. Bicameral legislation at central social constituents for the weaker sections and women and workers. Power divided between the central and the province. അന്ന് 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ, പിന്നെ 321 സെക്ഷൻസും 10 ഷെഡ്യൂൾസും, പിന്നെ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, പിന്നെ ദുർബല വിഭാഗങ്ങളായ സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ കൊടുത്തു. പിന്നെ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. ഓക്കെ. വിച്ച് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ 1946 ഡിസ്കസ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ? 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ദൗത്യ സംഘം എന്താണ്? ദ ക്യാബിനറ്റ് മിഷൻ, അല്ലേ, ദ ക്യാബിനറ്റ് മിഷൻ. ഇനി അടുത്തത്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ എന്നാണ്? നവംബർ 1949 കേട്ടോ. ഓക്കെ, അതെഴുതാം. എന്താണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത്? 1949. ഓക്കെ. ഇനി അടുത്തത്, ഹൂ വാസ് ദ ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഡോക്ടർ B.R. അംബേദ്കർ. പിന്നെ ഹൂ വാസ് ദ ഇലക്ടഡ് ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അസംബ്ലി? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദ ചീഫ് ആർക്കിടെക്ട്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? ഡോക്ടർ B.R. അംബേദ്കർ. വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫ്രെയിമിംഗ് പീരീഡ് 2 years and 11 months 17 days, അല്ലേ. നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ഫസ്റ്റ് മീറ്റിംഗ് 9 December 1946. ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ B.R. അംബേദ്കർ. എലക്ടഡ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. Coming to the effect on 26 January 1950, India became republic. Constitution adopted and signed 26 November 1949. The largest written constitution in the world, the Constitution of India. How many parts, articles and schedules Indian Constitution had when it came into force? എന്താണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര വിഭാഗങ്ങളും അനുച്ഛേദങ്ങളും പട്ടികകളും ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് കെയിം ടു ഫോഴ്സ് 26 January 1950, 22 parts, 395 articles and 8 schedules. ഓക്കെ. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ? പാർലമെൻ്ററി ഡെമോക്രസി, ലെജിസ്ലേറ്റീവ് കൺട്രോൾ ആൻഡ് എക്സിക്യൂട്ടീവ് ഓഫ് ദി കൺട്രി. പാർലമെൻ്ററി ജനാധിപത്യ ഭരണം, രാജ്യത്തെ ഭരണാധികാരികളെ നിയമ നിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. പിന്നെ അടുത്തത് പോപ്പുലർ സോവറിനിറ്റി, എന്താണ്? ജനങ്ങളുടെ പരമാധികാരം. ഓൾ പവേഴ്സ് ഓഫ് ദി നാഷൻ ഒറിജിനേറ്റഡ് ബൈ ദ പീപ്പിൾസ്, അല്ലേ. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ. ദ റെസ്പോൺസിബിലിറ്റി ദാറ്റ് എവറി ഇൻഡിവിജ്വൽ ഓൺസ് നാഷൻസ് ആൻഡ് സൊസൈറ്റീസ്, അല്ലേ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. പിന്നെ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അല്ലേ. മാർഗനിർദ്ദേശ തത്വങ്ങൾ, എന്താണ്? സാമൂഹ്യ സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. ഓക്കെ. ഇനി റോൾ ഓഫ് ലോ, സിറ്റിസൻസ് ആർ സബ്ജക്റ്റ് ടു ദ ലോ, നോ വൺ എബവ് ദ ലോ. എന്താണ്? എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല.
ഇനി ഇൻഡിപെൻഡൻസ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി അല്ലേ, സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം. ജുഡീഷ്യൽ സിസ്റ്റം, ഇൻഡിപെൻഡൻസ് ആൻഡ് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ്. ഇൻഡിപെൻഡൻസ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ എന്നൊക്കെ പറയാം. ഇനി ഫെഡറലിസം എന്ന് പറഞ്ഞാൽ അധികാര കേന്ദ്രത്തിൽ സംസ്ഥാനങ്ങൾക്കായി വിഭജിക്കപ്പെട്ടു. പിന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പ്, ദർ ഈസ് ഓൺലി വൺ സിറ്റിസൺഷിപ്പ് ഇൻ ദ കൺട്രിയിലെ എന്താണ് ഏക പൗരത്വം മാത്രമേ ഉള്ളൂ, രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. നോ സെപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് സ്റ്റേറ്റിലെ എന്താണ് സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. ഇനി ചെക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്, ഡ്രോ സ്മൈൽ വൺ എഗെയിൻസ്റ്റ് ദ കറക്റ്റ് വൺ, റോങ് വൺ. ഓക്കെ, അത് എഴുതാം. താഴെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അവയ്ക്ക് ശരിയായവയ്ക്ക് നേരെ സ്മൈലും പിന്നെ അല്ലാത്തവയ്ക്ക് നേരെ ആ ചിഹ്നം കൂടെ. ഓക്കെ, അത് അവിടെ പറഞ്ഞതാണ്. എന്താണ് നോക്കാം. അവർ കോർട്ട് വർക്ക് അണ്ടർ ദ ഗവൺമെൻറ് അല്ലേ, സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. തെറ്റാണ്. പിന്നെ certain powers are visited exclusively with the states government അല്ലേ, സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ everyone who turn 18 has right to vote അല്ലേ, 18 വയസ്സ് എല്ലാവർക്കും വോട്ടവകാശമുണ്ട്, അത് ശരിയാണ്. പിന്നെ no one is above the law, ആരും നിയമത്തിന് അതീതരല്ല, ശരിയാണ്. പിന്നെ the person in India has state citizenship addition to national citizenship, തെറ്റാണ്. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് മാത്രമേ അവകാശമുള്ളൂ, സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാവുന്ന പറയണത്, അത് തെറ്റാണ്. അപ്പം ഇൻ ഡെമോക്രസി ദ പീപ്പിൾ ആർ സോവറിൻ, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ, ശരി. പിന്നെ ആസ് വി ഹാവ് റൈറ്റ്സ് സോ ഹാവ് ഡ്യൂട്ടീസ്, എന്താണ് അവകാശങ്ങളുള്ളതുപോലെ നമുക്ക് കടമകളുണ്ട്, ശരിയാണ്. പിന്നെ നോ വൺ ഹാസ് കൺട്രോൾ ഓവർ അവർ റൂൾസ് അല്ലേ, നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല, അത് തെറ്റാണ്. ഓക്കെ, ഇനി അടുത്തത് ഡാഷ് ഈസ് ദ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദി നേഷൻ, എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിത ഏതാണ്, ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ. ലിസ്റ്റ് ഔട്ട് ദ ലോസ് റിലേറ്റഡ് ചിൽഡ്രൻ ലൈക്ക് ടു മെൻഷൻ ദ കൊളാക്ട്. ഓക്കെ, എന്താണ് ഏതൊക്കെയാണ് ചിൽഡ്രൻ കൊളാഷിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ എന്താണ് കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ്, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അല്ലേ. ഇനി റൈറ്റ് എ നോട്ട് അബൌട്ട് പോക്സോ ആക്ട്, എന്താണ് പോക്സോ 2012, പ്രൊട്ടക്ഷൻസ് ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012, enacted to implement the rights guaranteed by the Constitution of the India. പോക്സോ നിയമത്തെക്കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞത്, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കാനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമസംഹിതയാണെന്ത്, പോക്സോ ആക്ട് 2012, പ്രൊട്ടക്ഷൻസ് ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. ഇനി അതിലെന്താ പറയുന്നത്, ദ ലോ കൺസിഡർ ഓൾ അണ്ടർ ദ ഏജ് ഓഫ് 18 ആസ് ചൈൽഡ് അല്ലേ, 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കും. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് കേസസ് ഓഫ് സെക്ഷൽ അസൾട്ട് ആർ ടു ബി ദ റിപ്പോർട്ടഡ് അണ്ടർ സെക്ഷൻ 19 ടു ദ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് ഓർ ലോക്കൽ പോലീസ്. ലൈംഗിക അതിക്രമ കേസുകളുണ്ടായ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ ലോക്കൽ പോലീസ് യൂണിറ്റിലോ എന്നും നിയമത്തിൽ വിവരിക്കുന്നു. പിന്നെന്താണ് ഓഫീസർ ഹാൻഡ്ലിംഗ് പോസ്കോ കേസസ് നോൺ ആസ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ, CWPO. എന്താണ് പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ, CWPO എന്നറിയപ്പെടുന്നു. The Kerala State Commission of Protections of Child Rights has set up the monitoring systems അല്ലേ, പോസ്കോസ് മോണിറ്ററിംഗ് സെല്ല് അണ്ടർ ദ സെക്ഷൻ 44 ഓഫ് പോക്സോ ആക്ട്. The act ensures serve the punishment to anyone who including the പോക്സോ ഒഫൻസ് അല്ലേ, എന്താണ് പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തുന്നു. ഓക്കെ, അതാണ് പറഞ്ഞു. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, എസ്റ്റാബ്ലിഷ് ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ് അല്ലേ, പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഡിഫൈൻ ആൻഡ് ഡിലിമിറ്റ്സ് ദ പവേഴ്സ് ഓഫ് ദി ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിധികളും വ്യക്തമാക്കുന്നു. ഡിഫൈൻ ആൻഡ് ഡിലിമിറ്റ്സ് ആൻഡ് പവേഴ്സ് ഓഫ് ദി ഗവൺമെൻറ്, രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. അടുത്തത് പിന്നെ എൻഷുർ
എൻഷുർ ദാറ്റ് ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ദ കൺട്രി ഫങ്ഷൻസ് അക്കോർഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. രാജ്യത്തിൻ്റെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നു. പിന്നെ പ്രിസർവിങ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി അല്ലേ, നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. ഇറ്റ് സ്റ്റാൻഡ് ദ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റ് ഇൻ ദ നേഷൻ അല്ലേ, രാജ്യത്ത് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. ഡിഫൈൻ ദ ബേസിക് വാല്യൂസ് ആൻഡ് ഐഡിയാസ് ഓഫ് ദി നേഷൻസ്, രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. പിന്നെന്താണ്, ആക്ട് ആസ് എൻ സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ദ ടൈറനി ആൻഡ് ഒബ്യൂസ് ഓഫ് പവേഴ്സ് അല്ലേ, സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. ഇനി പ്രിപ്പയർ എ പ്ലക്കാർഡ്സ് ടു ദ റിപ്പബ്ലിക് ഡേ റാലി വിത്ത് മെസ്സേജ് ഓഫ് റിഫ്ലക്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രിൻസിപ്പൽസ്. അപ്പോൾ എന്തൊക്കെ ചെയ്താൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഗാർഡിയൻ ഓഫ് സിവിൽ റൈറ്റ്സ് അല്ലേ, പൗരാവകാശത്തിൻ്റെ കാവലാൾ, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഷീൽഡ് എഗെയിൻസ്റ്റ് ദ അബ്യൂസ് ഓഫ് പവർ അല്ലേ, അധികാര ദുർവിനിയോഗം തടയുന്ന കവചം. ഗാർഡിയൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻസ്, ഭരണഘടനയുടെ കാവലാൾ ഒക്കെ പറയാം. പിന്നെ ഈക്വാലിറ്റി ബിഫോർ ദ ലോ, നോ ഡിസ്ക്രിമിനേഷൻസ് അല്ലേ, എന്താണ് ഒരു വിവേചനങ്ങളില്ല. പിന്നെ എന്താണ്, സെക്യുലാറിസം, യൂണിറ്റി ഓഫ് ഡൈവേഴ്സിറ്റി, മതേതരത്വം, നാനാത്വത്തിൽ ഏകത്വം ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പ്ലക്കാർഡ് ഉണ്ടാക്കാം. ഓക്കെ, ലുക്ക് അറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ദി റൈറ്റ് ദ ക്വസ്റ്റ്യൻസ് ഗിവൺ വിത്ത് ദ ടെക്സ്റ്റ് ബുക്കസ്. എന്താണ് 26 എന്താണ് പറയണത്, ചിത്രം പരിശോധിച്ച് താഴെ ചേർത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. Which ideas were the newly added the Constitution of 1976? Socialism, secularism, integrity, മതേതരത്വം, socialism, അഖണ്ഡത. In which year the Constitution of India come to force? 26 January 1950. What was the first fundamental amendment made by the Constitution and which year? Amendment 1, 1951. The number of schedules increased to 9. How long did the right of property remain the fundamental rights of India? Till 1978. In education of fundamental rights in India since when? 2002 education become the fundamental rights. How many times the Indian Constitution become amended so far? 106. What is the Constitution amendment? Constitution amendment is the process of making changes in the Constitution as per the changes of social demand എന്നൊക്കെ പറയാം. ഓക്കെ, മാറുന്ന സാമൂഹ്യ ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. ഓക്കെ, പ്രിപ്പയർ ദ ടൈം ലൈൻ യൂസിങ് ദ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 1. പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടുത്തിയൊരു ടൈം ലൈൻ തയ്യാറാക്കാൻ. ഭേദഗതി 1 എന്താണ് 1951 നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ആൻഡ് ഇൻക്രീസ് ടു 9. പിന്നെ അമെൻമെൻറ്റ് 42 എന്താണ് 1976 സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് ഇൻറ്റഗ്രിറ്റി വി ആർ ആഡഡ് അല്ലേ, സ്വത്തവകാശ നിയമം ഇല്ലാണ്ടായി. പിന്നെ 1944 44 സോറി അമെൻമെൻറ്റ് 27 24 അമെൻമെൻറ്റ് 73 74 എന്താ 1922 പഞ്ചായത്ത് രാജ് അല്ലേ, നഗരസഭ മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട്. പിന്നെ അമെൻമെൻറ്റ് 86 2012 എഡ്യൂക്കേഷൻ ബികം എ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അമെൻമെൻറ്റ് 101 2026 ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അല്ലെ GST. പിന്നെന്താണ് അമെൻമെൻറ്റ് 106 എത്രയാണ് വനിതാ സംവരണ ബില്ല് അല്ലേ 2023 വുമൻസ് റിസർവേഷൻസ് ബിൽസ്. പിന്നെ വാട്ട് ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ റീഡിങ് അബൌട്ട് ദ ഹെഡ്ലൈൻസ്. എന്താണ് ഈ ബില്ലിൽ മുകളിൽ നൽകിയ വാർത്താ കാലഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? വാട്ട് ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ ഹെഡ്ലൈൻസ് എന്തൊക്കെയാണ്? ഇറ്റ് ഇൻഡിക്കേറ്റ് ദ വേരിയസ് ചേഞ്ചസ് വൈൽ ദ ഇംപ്ലിമെൻറ്റിംഗ് ലോസ് അല്ലേ, നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന വിവിധ വെല്ലുവിളികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി വാട്ട് കുഡ് ബി ദ റീസൺസ് എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ?
ഇതൊക്കെ കാരണം ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങളിലെ പിന്നെ ജനഹിതം പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത നിർമ്മാണങ്ങൾ, പിന്നെ നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, രാഷ്ട്രീയ ഇടപെടൽ, നിയമം നടപ്പിലാക്കുന്നതിലെ അനാസ്ഥ, നിയമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യൽ എന്നൊക്കെ പറയാം. ഇനി ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. ഏതൊക്കെയാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്? അവിടെ തന്നിട്ടുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇന്ത്യ വാസ് എൻഫോഴ്സ്ഡ് 15th August 1947. പിന്നെ ഇതിൽ ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വാസ് എൻഫോഴ്സ്ഡ് 1950 അല്ലേ? ഓക്കെ. ഇനി പ്രിപ്പയർ എ നോട്ട് ബേസ്ഡ് ഓൺ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അതവിടെ തന്നിട്ടുണ്ട്. ഇനി പ്രിപ്പയർ എ പ്ലക്കാർഡ് പറഞ്ഞിട്ടില്ലേ, അതിങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ്. ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.